Un aplauso para mami y papi, porque en verdad rompieron. ഹലോ, വെൽക്കം ടു മിഡിൽട്ടൺ ഡിസ്റ്റിലറി. മിഡിൽട്ടൺ ഡിസ്റ്റിലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജെമ്മീസൺ വിസ്കി ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അവിടുത്തെ ഒരു ടൂറിങ് നിങ്ങൾ കാണിച്ചു തരാം. അതായത് ഈ കമ്പനി തുടങ്ങി 1825 ഇത് തുടങ്ങിയതാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന അയർലൻഡിലെ മിഡിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങളൊക്കെ ഫെമിലിയർ ആയിരിക്കും ജെമ്മിസൺ എന്ന ബ്രാൻഡ്. നിങ്ങൾക്ക് അതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ അതിന്റെ പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ളതും പിന്നെ അത് മോസ്റ്റ് എല്ലായിടത്തും തന്നെ അത് അവൈലബിൾ ആണ്. കാരണം അത്രയ്ക്കൊരു ഫേമസ് ബ്രാൻഡാണ് ഈ പറയുന്ന ജെമ്മിസൺ. നിങ്ങൾക്ക് അത്യാവശ്യം ഇതിനെ പറ്റിയൊക്കെ അറിവുള്ളവർക്കൊക്കെ ഈ ബ്രാൻഡ് വളരെ ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഞാൻ അത് ഉണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ, ഞാൻ ഈ ഇരിക്കുന്ന ബാരലുകളിൽ നിന്നൊക്കെ ഒത്തിരി മദ്യപാന്മാര് കുടിച്ച് ഇതായി സന്തോഷിച്ചവരാണ് ഈ കാണുന്ന എംപ്റ്റി ബോട്ടിൽസ്. അതായത് ഇത് പ്രത്യേക തരം ഒരു മരം കൊണ്ടാണ് ഈ ബാരലുകൾ നിർമ്മിക്കുന്നത്. അതിൽ നിന്നുള്ള എക്സ്ട്രാക്ട് അതും കൂടെ കൂടി യോജിച്ചാണ് ഇതിൻ്റെ ആ ശരി രുചി വരുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മരത്തിൻ്റെ പേര് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെയുള്ള ഒരു ബാരലിന്റെ ഉൾവശമാണ് ഈ കാണുന്നത്. ഇതിലാണ് മദ്യം ഉണ്ടാക്കി വയ്ക്കുന്നത്. അത് കരി പോലെയുള്ളത്, അത് വേറൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വേറെ ടൈപ്പ് ഒരു ബാരൽ ഉണ്ടാക്കിയത്. അങ്ങനെ പലതരം ബാരലുകൾ. ഇത് ഏകദേശം ഒത്തിരി വർഷം നിൽക്കും ഈ ബാരലുകൾ. ഇതിന്റെ വിലകൾ നിശ്ചയിക്കുന്നത് ഈ എത്ര നാള് കൂടുതൽ ഉപയോഗിച്ചു എന്ന്, അതായത് ഉണ്ടാക്കാനായിട്ടുള്ള സമയം കൂടുതൽ നാൾ കീപ്പ് ചെയ്ത് അതിനെയൊക്കെ നോക്കിയാണ് ഇത്ര വർഷം കൂടുതൽ മുതൽ അത് ഉണ്ടാക്കാനായിട്ട് അവർ കീപ്പ് ചെയ്തതിൻ്റെ ഇതൊക്കെ വെച്ചാണ്. നമുക്ക് കാണാൻ ചെറിയ ബാരലുകളും. ഇത് ഈ കാണുന്നത് ഡിസ്റ്റിലറി അപ്രന്റീസ് ടൂറാണ്. അതായത് എൻ്റെ ടൂറ് ഞങ്ങൾ തുടങ്ങാൻ പോകണം. തന്നെ അതിനെ ആരംഭിക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കഴിക്കാനായിട്ടുള്ള കൂപ്പൺ ഉണ്ട്. എന്താണെങ്കിലും ഇതിന്റെ വിലകൾ കണ്ടു. ജെയിംസന്റെ പലതരം വെറൈറ്റീസ് ഉണ്ട്. ജെയിംസൺ ഓരോരോ ഫ്ലേവേഴ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. മീഡിയം, ഫുൾ ബോഡീഡ്. ഇത് കാണുന്ന മറ്റൊരു കുറച്ച്
എൻ്റെ രണ്ട് വശത്തും വിസ്കിയുടെ സ്മെല്ല് ശ്വസിക്കാം. അതായത് എത്ര ലിറ്റർ? 200 ലിറ്ററിൻ്റെയും 500 ലിറ്ററിൻ്റെയും ഈ ബാരലുകളായിട്ടാണ്. ഇതെല്ലാം 3 വർഷത്തേക്കായിട്ട് ഇവരിത് കീപ്പ് ചെയ്യും. അതിനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലെല്ലാം വിസ്കിയാണ് നിറച്ച്. മദ്യപാനികളുണ്ടെങ്കിൽ ഇടിച്ച് ഇതൊക്കെ തല്ലിപ്പൊട്ടിച്ച്, അതായത് പലതരം വിസ്കികളുടെ ഇതിവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത് കണ്ടില്ലേ, ഈ ബാരലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും, ലിക്വിഡായിട്ടിരിക്കുന്നതാണ് വിസ്കി. ഇതിപ്പോൾ ഡിസ്പ്ലേക്കായിട്ട് അവർ ചില്ലിൽ ഇങ്ങനെ വെച്ചേക്കണമെന്നുള്ളൂ. അതുപോലെ നിറച്ചും ഇതിൻ്റെ ഓരോ ബാരലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം അങ്ങേറ്റം മുതൽ ഇവിടം വരെ വലിയ സ്റ്റോറാണ് ഇത്. Try to make it look like it goes into infinity. ഈ ബാരലുകൾ 3 പ്രാവശ്യമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് മെയിനായിട്ട് ഇത് വരുന്നത് അമേരിക്കയിൽ പെൻസിൽവാനിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഈ മരം വരുന്നത്. ഈ മരം ഓക്ക് എന്ന. As I said, what we have is a spirit and a barrel. We just need to put them together now to make gorgeous Irish whiskey. So, over here is our first barrel. This is new spirit added to a barrel at 84 to 94%, and then having added purified water to that. Unfortunately, before water is added, it's a small bit too potent to stay in the barrel by itself. So we will add purified water, or water that's undergone reverse osmosis, taking out any unnecessary minerals within the water, so that we have, I suppose, an uncorrupted maturation phase. This brings the strength down to around 64% ABV. Think of this as your year 0 or your baseline. Okay? The second barrel here to my left is now year 3 and is a legal Irish whiskey after 3 years in a wooden cask. Excuse me. You'll have seen colour change here, and this is from the chemicals being dragged out of the wood that I spoke about earlier on. One such chemical is lignin, a colour chemical. Still too young to be a Jameson whiskey though. Excuse me. We do not supply anything under 6 to 7 years old. So by 6 to 7 years old, here our barrel 3, we now have a standard Jameson whiskey. Is there anything that you notice across the 3 barrels, folks? Losing volume. Darker and losing volume. Yeah. So the longer it stays there, it's going to be dragging out more colour chemical, and there's also going to be a natural evaporation through the barrel as well. Before, there was a scientific notation for the natural evaporation through the barrels. Whiskey distillers call it the angel's share. This is the 2% loss through evaporation every year in a barrel. Okay? We will also lose about 0.5% of ABV per year as well. So, 6 to 7 years old, we've lost 12 to 14%. This is more pronounced by the time you get to year 12. We've lost around a quarter of the barrel, or 24% in and around, if you'd like. This is usually what starts to dictate the price in whiskies. So we're getting less over time, demand for that goes up. No, I know I've given you history and science today, I'm not giving you economics as well, don't worry. But the less there is of something, generally people want more of it. If you think today, oil, gas, basically everything today, cost of living and things like that. Toilet paper will do confine as well. Yeah, so we will lose around 24% at this point. Colour is also getting darker, but there's intensifications in taste and smell as well. So different tastes, different smells, different colours, you're going to get more intensifications, thus higher price. Even more pronounced, by year 18, we've lost 36 to 40% of the barrel at this point. Very, very deep ruby red colouring. So you can see how these intensifications take place and are basically moving the wheels of the economy, if you like, at that point. Now, from barrel 3 onwards, we can draw this whiskey at 64% or cask strength. But general protocol will allow us to bring it down or add purified water again to bring it down to 40 to 46% ABV, kind of that way, or bottle strength. Alright, so that's maturation in a nutshell. You know what I'm going to ask next, don't you?
How have the corks changed or the tops changed? The tops are changed. So protocol really with different, I suppose those two cooperages have the bungs in the top. They'll be removed by the coopers here and placed into the side instead. So that's the only kind of alteration that's done here to the barrel. And after they're bottled? After they're When they bottled. were first bottled, how were they capped? So I suppose there was never really differentiations. I suppose going back in history, I'm not actually sure, but I would imagine in the top due to the fact They that have been corked. they corked as in ruined or just corked. I mean- Well, barrels though they'd have been had the bung in them at the top because you had Murphys who were a merchant family, so they. ഇവിടെയാണ് ഈ ഡിസ്റ്റിലറിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ സ്മിത്ത് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്കത് മുതലാക്കാൻ പറ്റുന്നില്ല. ഇത് നമുക്കായി നിരത്തി വെച്ചിരിക്കുന്ന വിസ്കികളാണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് ഐറിഷ് ഡിസ്റ്റിലറീസിൻ്റെ അക്കാദമിയാണ്. ഇവിടെയാണ് ഇത് എങ്ങനെ ഇത് മാനുഫാക്ചർ ചെയ്യണം അതിനെപ്പറ്റി കൂടുതലായിട്ട് അവർ പഠിപ്പിക്കുന്നത്. അവർ അനൗൺസ് ചെയ്യുന്ന ടേസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. ആരെങ്കിലും അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ഈ കമ്പനിയായിട്ട് ബന്ധപ്പെടുക. അവർക്ക് ടേസ്റ്റേഴ്സിന് വേണ്ടവർക്ക് കൂടുതൽ മദ്യങ്ങളെ പറ്റിയുള്ള അറിവൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. ഐറിഷ് വിസ്കി അക്കാദമി. നമ്മൾ വിചാരിക്കും ഇവിടെ വന്നപ്പോൾ ദിവസവും കള്ളു കുടിച്ചാണ് മരിക്കുകയാണ്. അങ്ങനെയല്ല. ഇതിന്റെ ടേസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സാലറിയാണ്. അത് ചുമ്മാ ടേസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ പോരാ. അതിനെപ്പറ്റി ഒത്തിരി അതിൻ്റെ ഇത് പഠിക്കാനുണ്ട്. ഡിസ്റ്റിലറിയിൽ ടേസ്റ്ററായിട്ട് ജോലി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ പ്രൊഫൈൽ ജോബാണ് അത്. അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്ര ഒരു ഈസി ജോബും അല്ല. ഈ ബാരലുകൾ വണ്ടി കാണിക്കും. ഓക്കൂഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബാരലാണ്. ഇത് വരുന്ന പെൻസിൽവാനിയയിൽ നിന്നും സ്പെയിനിൽ നിന്നുമാണ്. ഇത് ഈ ഒരു ബാരല് നമുക്കങ്ങനെ ജീവിതകാലം മുഴുവനും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഒള്ളി 3 പ്രാവശ്യം മാത്രമാണ് ഈ ബാരൽ ഉപയോഗിക്കുകയുള്ളൂ. അതായത് ഈ ഓരോ പ്രാവശ്യം എടുത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള ഫ്ലേവർ കംപ്ലീറ്റ് അതിലേക്ക് എക്സ്ട്രാക്ട് അതെല്ലാം അതിലേക്ക് ആഡ് ചെയ്യും. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈവൻ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടീ ബാഗിൽ നമ്മൾ ടീ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഏറ്റവും നന്നായിട്ട് ഫ്ലേവറൊക്കെ വരും. രണ്ടാമത്തെ പ്രാവശ്യം അത്രയ്ക്ക് ഉണ്ടാവില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഒട്ടും ഉണ്ടാവില്ല. അതേ സിസ്റ്റം തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇവർ ഈ ബാരല് അത് തിരിച്ച് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ആ വുഡ് ഉപയോഗിക്കുകയാണ് പതിവ്. ഇത് ഈ വണ്ടിയുടെ പണ്ട് ഒരു വണ്ടിയാണ്. ഇത് എത്ര പഴക്കമുള്ള കമ്പനിയാണെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. ബാങ്കുകൾ അപ്പുറത്ത് കാണാം.